ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ 2023-24 വർഷത്തിലേക്ക് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന +2 പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് മിസ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ എക്സാമിനറിൻ്റെ ഫസ്റ്റ് +2 ബാച്ച് എന്നാണ് തുടങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം മിസ് പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ മക്കളെ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, അപ്പോൾ 2023-24 ഞങ്ങൾക്ക് എന്താണ് മിസ് ഇത്ര ഇമ്പോർട്ടൻസ്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കൾ ഇനി +2-ൽ, അതായത് അടുത്ത വർഷം നിങ്ങൾ +2 പഠിക്കാൻ പോകുന്നതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് NCERT അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മക്കൾക്ക് കുറച്ച് സന്തോഷിക്കാം. കാരണം നമ്മളുടെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് പോർഷൻസ് ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് NCERT. അപ്പോൾ ആ പോർഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം പഠിക്കാനുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നീറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുമോ, നീറ്റിലും ഈ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആയിരിക്കുമോ എന്നുള്ള കാര്യം NTA ഇതുവരെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരാണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അവർ ഇതുവരെ ഒരു സർക്കുലർ ഒന്നും പുറത്തിറക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് NCERT ആണ് നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ആയാലും കീമിൻ്റെ ഒക്കെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ NCERT ഒഫീഷ്യലി ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്ത സ്ഥിതിക്ക് 90% ആ പോർഷൻസ് നിങ്ങളുടെ നീറ്റ് എക്സാമിന് 23-24 നീറ്റ് എക്സാം എഴുതുന്ന നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കൊക്കെ എവിടെയാണ് കിട്ടുക? അപ്പോൾ അതെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് 2023-24 വർഷത്തെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മിസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ examwinner.com, നമ്മളുടെ എക്സാമിനറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 12 അപ്ഡേറ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ആയിരിക്കും എത്തുന്നത്. അവിടെ എൻ്റെ മക്കൾക്ക് ഇതേപോലെ ആയിരിക്കും നിങ്ങൾ ഇവിടെ എത്തും. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്, ദെൻ മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമുക്ക് ആദ്യം +2-ൽ 16 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. ബയോളജിയുടെ കാര്യം മിസ് അറിയുന്നുണ്ടോ പറയുന്നതാണ്. 3 ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പിന്നെ ചില ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വേഗം തന്നെ ഡൗൺലോഡൊക്കെ ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ വീഡിയോ ഇരുന്ന് കാണുന്നത് നമ്മളുടെ +1 ചാനലിലാണല്ലേ, നമ്മളുടെ എക്സാമിനറിൻ്റെ +1 ചാനലിലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ബാക്കിയുള്ള ഇതേപോലത്തെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും എന്തെങ്കിലും വീഡിയോസും അതൊക്കെ തന്നെ വരാൻ പോകുന്നത് നമ്മളുടെ എക്സാമിനറിൻ്റെ +2 ചാനലിലായിരിക്കും. കാരണം എൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ +2-ൽ എത്തിയില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പാസ്സാവുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, നമ്മളുടെ എക്സാമിനറിൻ്റെ +2 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ നടക്കാൻ പോകുന്ന അവിടെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നവർ കമൻറ്റ് ചെയ്യാം, മിസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മളിനി +2 ചാനലിൽ ഉണ്ടാകും എന്നുകൂടി കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളുടെ എക്സാമിനറിൻ്റെ കുറേ പേര് നമ്മളുടെ എക്സാമിനറിൻ്റെ +2 ബാച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നമ്മളുടെ UYARE ബാച്ചിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് മിസ്, കുറേ പേര് പറഞ്ഞു, ഇപ്പോൾ മിസ്സിനായാലും അലക്സാറിനായാലും കുറേ മെസ്സേജൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെ കിട്ടാറുണ്ടായിരുന്നു. +1 മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല, കുറേ റെക്കോർഡ് എഴുത്തും പ്രാക്ടിക്കൽസ് ഇല്ല, റെക്കോർഡ് എഴുത്തും ഒക്കെ കാരണം കുറേ എന്താ ചെയ്യാൻ പറ്റില്ല, നല്ലപോലെ പഠിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് +2-ലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി +2 എങ്കിലും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമല്ലോ എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, നല്ലൊരു തോട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ അത് നമ്മളിപ്പോൾ +1-ലാവും, ഞങ്ങൾ 22 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിരിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്നും പറ്റും, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. +1-ൽ കമ്പാരിറ്റീവ്ലി കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ +2-ൽ കുറച്ച് വലിയ ചാപ്റ്റേഴ്സാണ്, എണ്ണം കുറവാണെന്നേ ഉള്ളൂ, വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് കുറച്ച് നേരത്തെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ +2 ബാച്ച്, +2 UYARE ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് April 10-നായിരിക്കും. April 10-ന് നമ്മളുടെ ഫസ്റ്റ് UYARE ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വർഷത്തെ പുതിയ ക്ലാസ് അല്ല, പക്ഷേ നമ്മളുടെ കഴിഞ്ഞ, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച നമ്മളുടെ +2 UYARE ബാച്ചിലെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ക്ലാസ് വേണം, ലൈവ് ക്ലാസ് വേണം, എനിക്കിനി അടിപൊളിയായിട്ട് ഇങ്ങനെ ചിരിച്ചും കഴിച്ചും ഒക്കെ പഠിക്കണം. ചിരിയും കളിയും ഒക്കെ ഉണ്ടാകും ആ ക്ലാസ്സുകളിൽ. പക്ഷേ നമ്മൾ ഇനിയും കൂടുതൽ ആ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ശരിക്കുള്ള നമ്മൾ പുതിയ ബാച്ചൊക്കെ വരും. പക്ഷേ അപ്പോഴേക്ക് ടൈം പോവും. ഇനി നമുക്ക് ടൈമില്ല. കാരണം നിങ്ങൾക്ക് +2-ൽ പ്രാക്ടിക്കൽ എക്സാമൊക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം. അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ് എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ +2-ൻ്റെ ഫസ്റ്റ് ബാച്ചായിട്ടുള്ള April 10-ന് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ബാച്ച്. അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് ഇത് കിട്ടും. ഓക്കെ,
നമ്മൾ 10th തുടങ്ങാൻ പോകുന്ന ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് ഈ ക്ലാസ്സുകൾ കിട്ടും. കഴിഞ്ഞ വർഷത്തെ നമ്മളെ +2 UYARE ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടു തുടങ്ങുക, പഠിക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ജൂണൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു മെയ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ ഓൾറെഡി 2 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാലോ, April 10th നമ്മൾ നമ്മുടെ UYARE ബാച്ച്, നമ്മളുടെ +2 എക്സാമിനറിൻ്റെ ഫസ്റ്റ് +2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒന്നും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ജോയിൻ ചെയ്താൽ നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്ന UYARE ബാച്ചിൽ നിങ്ങൾക്കും വരാം. നേരത്തെ തന്നെ പഠിച്ചിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. കാരണം ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാതെ സമാധാനത്തോടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു +2 UYARE ബാച്ചിൽ April 10th തുടങ്ങുന്ന ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്തൊക്കെ ഉണ്ടാകും, കഴിഞ്ഞ തവണത്തെ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ നോട്ട്സ് കിട്ടും. ഓക്കെ, അതെല്ലാം ഉണ്ടാകും. ഇനി പുതിയ ബാച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനി ലേറ്റ് ആക്കരുത്, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. +2 ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെയാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ.